പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരമുയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന്, ആരോഗ്യത്തോടെ നടത്തുന്ന കർത്താവിന്, ആമേൻ, സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞാട്ടെ. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, 90-14 പറയുന്നത്, കാലത്ത് തന്നെ ഞങ്ങളെ കർത്താവിൻ്റെ ദയ കൊണ്ട് നിറയ്ക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. അപ്പോൾ ഈ പ്രഭാതത്തിൽ തന്നെ നമ്മളെ കർത്താവിൻ്റെ ദയ കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കരമുയർത്തി പറ, കർത്താവേ, അങ്ങയുടെ ദയ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ദയ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആമേൻ. 17-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. യെസ്, റെസ്റ്റ് ചെയ്യട്ടെ. കർത്താവിൻ്റെ ഫേവർ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്യട്ടെ. കരമുയർത്തി ആ തലയിലോട്ട് കൈവച്ചിട്ട് പറ, പിതാവേ, അങ്ങയുടെ ഫേവർ ഇന്ന് ഞങ്ങളുടെ മേൽ റെസ്റ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. കഴിഞ്ഞ 11 മാസവും ഈ 12-ാം മാസത്തിൻ്റെ 27-ാം ദിവസം വരെയും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. കൈപിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തതിന് അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ജനത്തെ കൂട്ടി വരുത്തിയതിന് കർത്താവിന് സ്തോത്രം. വചനം വെളിപ്പെടുത്തി തന്നതിന് കർത്താവിന് സ്തോത്രം. ആത്മശക്തി പകർന്നതിന് കർത്താവിന് സ്തോത്രം. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും അപ്പാ ഞങ്ങൾ നന്ദി പറയുക. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും അപ്പാ ഞങ്ങൾ നന്ദി പറയുക. ഈ വർഷകാലം അങ്ങ് ഞങ്ങളെ അതിശയമായി നടത്തിയതിന്, അത്ഭുതമായി നടത്തിയതിന്, ഒന്നിനും കുറവില്ലാതെ നടത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം മടങ്ങി വരട്ടെ. ആമേൻ. ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ മടങ്ങി വരട്ടെ. അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രത്യേകിച്ച് കഥാവേ, ആമേൻ, കൈകാലുകൾക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ചെവിക്കകത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. തലവേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലവേദനയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ എല്ലാ ബാക്ക് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ബാക്ക് പെയിനുകളും മാറിപ്പോട്ടെ. ശാരീരികമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ആ ഫുൾഫിൽ ചെയ്യാനുള്ളത് ചിലത് ഈ ദിവസങ്ങളിൽ ഫുൾഫില്ലാകട്ടെ. അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത് ചിലത് യേശുവിൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കരം കാണാൻ ഇടവരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. വരും ദിവസങ്ങൾ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും അനുഗ്രഹിക്കണം. ഇന്ന് നടക്കുന്ന സൺഡേ സ്കൂൾ ആനുവൽ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമാകണം. നാളെ മുതലുള്ള ഉപവാസ പ്രാർത്ഥനയും ബുധനാഴ്ചത്തെ ന്യൂ ഇയർ സർവീസും ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന്
ഇവിടുത്തെ സമയം 6 മണിക്കാണ് നമ്മുടെ സൺഡേ സ്കൂൾ ആനുവൽ പ്രോഗ്രാം. ഇന്ത്യൻ സമയം 8:30 ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, കുഞ്ഞുങ്ങളുടെ മനോഹരമായ പരിപാടികൾ കാണുവാൻ. അതുകൂടാതെ നാളെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മൾ ശക്തിയോടുകൂടെ ഒരുങ്ങി പ്രിപ്പേർഡായിട്ട് എംപവേർഡായിട്ട് ശക്തി പ്രാപിച്ച് 2025 നിന്ന് 2026 പ്രവേശിക്കുവാനാണ് ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. 2026 അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ ഇടയ്ക്കൽ അയച്ചിരിക്കുന്നു, എങ്ങനെ നീ അവരോട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, മോശ ഈ ദൈവജനത്തെ നയിക്കാനായി ദൈവജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പം മോശ ഈ മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുക. പക്ഷേ മോശയെ സംബന്ധിച്ചിടത്തോളം മോശ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഞാൻ പ്രായമുള്ളവനാണ്, ഞാൻ അൺക്വാളിഫൈഡ്, എനിക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നുമില്ല. അപ്പോൾ അവർ ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, ആ ദൈവജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നു. അവരെ ഒരു വിടുതലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ആ ഒരവസ്ഥയിലാണ് മോശയുടെ അടുക്കലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആമേൻ. കർത്താവ് മോശയ്ക്ക് പ്രത്യേകിച്ച് ഒരു ടൈറ്റിലോ പൊസിഷനോ ഒന്നും കൊടുത്തില്ല, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. മോശയോട് പ്രത്യേകം. അപ്പോൾ മോശ ചോദിച്ചു, ഞാൻ എന്നാ ചെന്ന് പറയാം? മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. അതിൻ്റെ അർത്ഥം, എന്നെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു അത് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പ്രസൻ്റ് ആയിരിക്കും. ഞാൻ നിനക്ക് എപ്പോഴും മതിയായവനായിരിക്കും. അപ്പം മോശ ആകെ കൺഫ്യൂഷൻ എത്തിക്കുന്ന സമയമാണ്, എങ്ങനെ ചെന്ന് വിടുവിക്കും. അപ്പം മോശയോട് പറയുന്നത് ഇതാ, ഞാനാകുന്നവൻ ഞാനായിരിക്കും. ഈ 2025 അവസാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചനയും ഇതാ. ആമേൻ. ദൈവമാണ്, അവന് മാറ്റമില്ല. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും, അവന് വിടുവിക്കുവാൻ കഴിയും. അവൻ സൗഖ്യമാക്കേണ്ടവനാണെങ്കിൽ അവൻ സൗഖ്യമാക്കേണ്ടവനായി ഇറങ്ങി വരും. ഉയർത്തേണ്ടവനാണെങ്കിൽ അവൻ ഉയർത്തേണ്ടവനായി ഇറങ്ങി വരും. സമാധാനം തരേണ്ടവനാണെങ്കിൽ അവൻ സമാധാനമായിട്ട് നമുക്ക് ഇറങ്ങി വരും. അവൻ സാഹചര്യങ്ങൾ മാറാം, ആളുകൾ മാറാം, സാമ്പത്തിക സ്ഥിതികൾ മാറാം, ആരോഗ്യസ്ഥിതികൾ മാറാം. പക്ഷെ നമ്മുടെ ദൈവം മാറാത്തവനായി ഈ അവസാന ദിവസങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ കർത്താവ് മതിയായവനാണ്. അവൻ ഒരു ഇലക്ട്രിസിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു വീടിനകത്ത് ഇലക്ട്രിസിറ്റി, നമ്മൾ ബൾബ് മാറ്റുന്നുണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ റൂമുകൾ മാറ്റാം, പക്ഷേ പല ഉപകരണങ്ങളും മാറ്റാം, പക്ഷെ പവർ സോഴ്സിന് ഒരു മാറ്റവുമില്ല. ഇതുപോലെ മോശ മാറി, ജോഷുവ മാറി, ദാവീദ് മാറി, ദാനിയേൽ മാറി, ആരൊക്കെ മാറിയാലും നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല, അവൻ്റെ ശക്തിക്ക് മാറ്റമില്ല, അവൻ്റെ ഒന്നിനും മാറ്റമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് ഇന്നത്തെ പകൽക്കാലം ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മളിലൂടെ മൈറ്റി കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. അവൻ ഹീലറായി, അവൻ പ്രൊവൈഡറായി, അവൻ പ്രൊട്ടക്ടറായി, അവൻ സമാധാനമായി നമ്മുടെ കൂടെ നിന്ന് അത്ഭുതമായി നിന്ന് ആമേൻ വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്ത ചില പ്രാർത്ഥനകളുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ഇതുവരെയും ജയിച്ചിട്ടുണ്ടാകത്തില്ല. നമ്മൾ പ്രതീക്ഷ ഇതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, അത് ഇതുവരെയും നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ മാറാത്തവനാണ്. അവൻ്റെ കരുണ നമ്മളോടുള്ള മാറത്തില്ല, അവൻ്റെ കൃപ നമ്മളോടുള്ള മാറത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പിക്കുക, ഈ അവസാന ദിവസങ്ങൾ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെ നിന്ന്, സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരുപക്ഷെ നമ്മൾ ബലഹീനരായിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കും. ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരിക്കാം, എന്നാൽ കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരുപക്ഷെ നമ്മൾ എങ്ങനെ ഈ വർഷം അവസാനിപ്പിക്കുക എന്നൊക്കെ ചിന്തിക്കുക. പക്ഷേ കർത്താവ് പറയുന്നത്, ഡോണ്ട് വറി, ഞാനിതെല്ലാം ഓൾറെഡി കണ്ടിട്ടുണ്ട്, അവൻ മതിയായവനായി നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി വിളിച്ച് പറഞ്ഞാട്ടെ,
പറഞ്ഞാട്ടെ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ വർഷം നല്ല രീതിയിൽ പൂർത്തീകരിപ്പാൻ അങ്ങയുടെ കൃപ എൻ്റെ മേൽ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങൻ്റെ കൂടെ ഇരുന്ന് അങ്ങനിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.